ശ്രീപത്മനാഭ നാരായണ. വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. പാപവും ഭയവും മാറ്റി ജഗന്നാഥ സ്വരൂപനായ നാരായണനെ കുറിക്കുന്ന വരികളാണ്. തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ. തസ്യ ലോക, തസ്യ അവനിൽ നിന്നും, അതായത് നാരായണനിൽ നിന്നും, നാരായണന്റെ ലോകപ്രധാനസ്യ, പിരിച്ചുള്ള വരികളല്ല, ലോകപ്രധാനസ്യ ഒരുമിച്ചാണ്. ലോകത്തിനെ പ്രധാനസ്യ, പ്രധാനം എന്നാൽ നമ്മൾ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ആ വാക്കെന്താണ്? മുന്നോട്ടു നയിക്കുന്ന, മുന്നോട്ടു കൊണ്ടുപോകുന്ന. എങ്ങനെ? പിടിച്ചു കൊണ്ടുപോകുന്ന, ഹോൾഡിംഗ് ആണ്, വെറുതെ അഴിച്ചുവിട്ടിരിക്കുകയല്ല. ആ ഹോൾഡ്, ആ പിടുത്തം ഉണ്ട്. അതാണ് പ്രധാനസ്യ, ലോകത്തിനെ പ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ. നമുക്കറിയാം ജഗന്നാഥൻ, പുരി ജഗന്നാഥ ക്ഷേത്രം പറയും. ആ ജഗൻ എന്നുള്ളത് എന്താണ്? ജഗത്തിന്റെ നാഥൻ. ജഗത്ത് എന്നാൽ ഈ കാണുന്ന, കാണാത്തതായ ജഗത്തും, ഈ കാണുന്ന, ഇതിനെ കാണുന്നതായ ജഗത്തും, അതായത് പുറത്ത് കാണുന്നതും കാണാത്തതുമായ ജഗത്തും, ഇവിടെ പുറത്തു കാണുന്നതും കാണാത്തതുമായ ഈ ജഗത്തിന്റെയും നാഥനായ നാരായണനെ. വളരെ ചെറിയൊരു വാക്കാണ്, പക്ഷെ ഒരേ വാക്കിൽ എവിടെയെല്ലാം പോകുന്നു എന്ന് മനസ്സിലാക്കുക. ജഗന്നാഥസ്യ, അങ്ങനെയുള്ള ജഗത്തിന്റെ നാഥനായ നാരായണ. ജഗന്നാഥസ്യ ഭൂപതേ, ഭൂമിയുടെ പതിയെ എന്ന് നാരായണനെയും കുറിക്കുന്നു. ഭൂപതേ എന്നാൽ ഇവിടെ ഭീഷ്മ പിതാമഹർ യുധിഷ്ഠിരനെ വിളിക്കുകയും ചെയ്യുന്നു. യുധിഷ്ഠിരനെ വിളിക്കുകയാണ്. ഇത് യുധിഷ്ഠിരനോടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭൂമിയുടെ പതിയായ നമ്മളെയും ചേർത്താണ് വിളിക്കുന്നത്. ഭൂമിയുടെ പതികളാണ് നമ്മൾ. ഭൂപതേ, കേൾക്കുക യുധിഷ്ഠിരന്മാരെ. വിഷ്ണോർ നാമ സഹസ്രം മേ ശൃണു പാപ ഭയാപഹം. ഭീഷ്മ പിതാമഹർ പറയുകയാണ്, വിഷ്ണോർ നാമ സഹസ്രം മേ, വിഷ്ണോർ നാമം, വിഷ്ണു സഹസ്രനാമം, മേ ഞാൻ പറയാൻ പോവുകയാണ്. ശൃണു പാപ ഭയാപഹം. ശൃണു വളരെ കൃത്യമായ വാക്കാണ്. ലിസൺ, ശ്രദ്ധ. വെറുതെ കേട്ടാൽ പോരാ. അതുകൊണ്ടാണ് ജഗത്ത് എന്ന വാക്ക് മുൻപ് എടുത്തു പറഞ്ഞത്. വെറുതെ കേൾക്കുക എന്നാൽ ജഗത്തിന് ഒരർത്ഥവുമില്ല, അതിങ്ങനെ പോവും. ജഗത്ത് എന്നാൽ ഉള്ളിലേക്ക് ആഴത്തിലെത്തണം. അതിനാലാണ് ഇവിടെ ശൃണു എന്ന് പറയുന്നത്. ശ്രദ്ധ കൊണ്ടുവരിക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പോൾ സംശയം വരും, ചെവി കേൾക്കാത്തവരെങ്ങനെ കേൾക്കും? അങ്ങനെ ഒരു സംശയം വരുമല്ലോ. ചെവി കേൾക്കാത്തവരും ഇത് കേൾക്കണമല്ലോ. അവിടെയാണ് അടുത്ത ചേർത്ത് പറയുന്നത്. ശൃണു പാപ ഭയാപഹം. പാപവും ഭയവും മാറ്റുന്ന, അല്ലെങ്കിൽ അഹം എന്നുള്ള ആ ബോധത്തിലാണ് ആ ചോദ്യം പോലും വരുന്നത്. ചെവിയില്ലാത്തവർ എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ആ ചോദ്യം എവിടെ നിന്ന് വരുന്നു? അഹത്തിൽ നിന്നാണ്. ആ ചോദ്യത്തിന്റെ പാപത്തെയും ഭയത്തെയും പോലും മാറ്റുന്ന നാരായണ. അതുകൊണ്ടാണ് ജഗന്നാഥ എന്ന് മുന്നേ പറഞ്ഞത്. വെറുതെ ഒരു വരികൾ ചൊല്ലിപ്പോകുന്നതല്ല, അതിന്റെ അർത്ഥവും ആഴവും എത്രത്തോളം ഉണ്ട് എന്നിവിടെ പറയുകയാണ്. കാരണം ഭീഷ്മ പിതാമഹർ യുധിഷ്ഠിരന്മാരായ നമ്മളോടാണ് പറയുന്നത്. ഒരു യുധിഷ്ഠിരൻ കേട്ടു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മളെല്ലാം ശ്രദ്ധ ഇവിടെ കൊടുക്കുക. ശൃണു, അങ്ങനെ ശ്രദ്ധിച്ചാൽ ആ ശ്രദ്ധയിലൂടെ സകല പാപ ഭയങ്ങളും ഉള്ളിൽ നിന്ന് പോകും, പുറത്തു പോകുന്നതല്ല. ഉള്ളിലെ അഹത്തിൽ നിന്നുള്ള പാപ ഭയാപഹം, ഉള്ളിൽ അഹത്തിലുള്ള പാപവും ഭയവും നീങ്ങിയിരിക്കും. ശൃണു, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ടു ലിസൺ. ചൊല്ലുക എന്നുള്ളത് പുറത്തേക്കുള്ളതാണ്, ഉള്ളിലേക്കാണ് ലിസണിങ്. അതാണ് ഈ വരി കൃത്യമായിട്ട് പറയുന്നത്. തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർ നാമ സഹസ്രം മേ ശൃണു പാപ ഭയാപഹം. ശ്രീപത്മനാഭ നാരായണ ശരണം. പത്മ.